ജെൻസിയിലെ എല്ലാവരും പെട്ടെന്ന് ഏജ്ഡ് ആവുന്നു എന്നല്ല ഞാൻ പറയണത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ജെൻസി കിഡ്സ് 90s കിഡ്സിനെക്കാളും ഏജ്ഡ് ആയിട്ടും പലപ്പോഴും ഫിസിക്കലി മെച്ചുവേർഡ് ആയിട്ടും കാണപ്പെടാറുണ്ട്. അവരുടെ ചിന്താഗതിയാണെങ്കിലും ബിഹേവിയർ ആണെങ്കിലും സംസാര രീതിയാണെങ്കിലും പലപ്പോഴും തോന്നാറുണ്ട്, ഈ പ്രായത്തിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. ആക്ച്വലി ഇതിനൊരു റീസൺ ഉണ്ട്. ടു മച്ച് ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ, ഗ്രോയിങ് അപ്പ് വിത്ത് സോഷ്യൽ മീഡിയ, അതിലൂടെ കാണുന്ന ഫേക്ക് ആയിട്ടുള്ള ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, മാറി മാറി വരുന്ന ട്രെൻഡ്, അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള പ്രഷർ, അത് പിടിച്ചു പറ്റാനുള്ള പെടാപ്പാട്, മറ്റുള്ളവരുടെ അക്കൗണ്ട് നോക്കി കമ്പയർ ചെയ്യൽ, വേണ്ടത്ര റീച്ച് കിട്ടിയില്ലെങ്കിൽ സ്വയം ഡീഗ്രേഡ് ചെയ്യൽ, റീച്ച് കിട്ടിയാൽ അടുത്ത കണ്ടന്റ് റീച്ച് കിട്ടാനായിട്ടുള്ള കണ്ടന്റ് ഫൈൻഡിങ്, പ്രഷർ റിപ്പീറ്റ്, എക്സസീവ് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ. 90s കിഡ്സിൽ നിന്നും വ്യത്യസ്തമായി ജെൻസി നിരന്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവാണ്. ഗെയിംസ്, സ്റ്റഡീസ്, ചാറ്റ്, സോഷ്യൽ മീഡിയ, മറ്റു കലാപരിപാടികൾ എന്നിങ്ങനെ ടു മച്ച് ആയിട്ടുള്ള ഏർലി ആൻഡ് ഇന്റൻസ് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ജെൻസിക്ക് കൂടുതലാണ്. എക്സസീവ് ആൻഡ് ഏർലി യൂസ് ഓഫ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഫ്രം സ്കൂൾ ഡേയ്സ്, അക്കാര്യത്തിൽ ജെൻസിയിലെ ബോയ്സും ഗേൾസും തുല്യരാണ്. ആസ് പെർ സയൻസ് പറയുകയാണെങ്കിൽ ഒരു 25 ഏജ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വന്നു തുടങ്ങുക. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റും ക്വാളിറ്റി സ്ലീപ്പും ഉണ്ടെങ്കിൽ സ്കിന്നിലൊന്നും പെട്ടെന്ന് ചേഞ്ചസ് വരത്തില്ല. ഒരു ഫെയിലിയർ വരുന്നതിലൂടെ നമ്മുടെ ജീവിതം മൊത്തം പോയി എന്ന് ചിന്തിക്കാതിരിക്കുക. ഫെയിലിയറിലൂടെ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ.